നമ്മളുടെ വളരെ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ ഒരു ക്ലാരിറ്റിയോട് കൂടി ഒരു ജനറേഷൻ ഉണ്ടായി വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് മാറ്റം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുള്ളൂ. മറ്റു നമ്മൾ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ എത്രത്തോളം ഇടതുപക്ഷ ചിന്താഗതി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പുരോഗമനപരമായ ചിന്താഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ജീവിക്കുന്നിടത്ത് ഡോമിനൻ്റായിട്ട് നിൽക്കുന്ന ചിന്താരീതി അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിഭൗതിക ശക്തികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്നത് നമ്മൾ കുറേ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മുമ്പ് പണ്ട് മനുഷ്യർ അവർ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന്, ആ പ്രശ്നങ്ങളുടെ ഉത്തരം എന്താണ് എന്നും പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരിടത്ത് പോലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്ന് പഠിക്കുന്നില്ല. അപ്പം നമ്മുടെ പരീക്ഷയിലൊക്കെ നമ്മുടെ സ്ഥിരം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ചിന്ത അപ്ലൈ ചെയ്യേണ്ട, ആലോചിച്ച് നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം ഈ യുക്തിപരമായിട്ട് റീസൺ ചെയ്ത് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യം വരുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലുമില്ല. കുട്ടിയെ പീഡിപ്പിക്കുന്നതായിട്ടാണ് പലപ്പോഴും നമ്മുടെ വാർത്തകളിൽ പോലും അത് കാണാറ്. കുട്ടികളെ വലയ്ക്കുന്നു പരീക്ഷ എന്നൊക്കെ പറയുന്നത്. കാരണമല്ല, ആ ചോദ്യം കുട്ടിയുടെ അറിവ് അപ്ലൈ ചെയ്യാനുള്ള പ്രയോഗിക്കാനുള്ള ശേഷിയെ ഒരുപക്ഷെ പരീക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് എതിരെയുള്ളൊരു ഹിംസയായിട്ട് ചിലപ്പോൾ ആളുകൾ കണ്ടേക്കും. ആ ഒരു കൾച്ചർ നമ്മൾ മാറ്റേണ്ടിയിരിക്കും. നമ്മൾ ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഹൗ ടു സോൾവ് എ പ്രോബ്ലം, അതാണ് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അത് എന്ത് വിഷയം പഠിക്കുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം, ഇപ്പോൾ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തിക പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിഹരിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ ഇന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം ഇതാണെന്ന് ഓരോ പ്രശ്നവും അതിൻ്റെ പരിഹാരമായിട്ട് പഠിച്ചത്, ഇന്ന ചോദ്യം വന്നാൽ ഇന്ന ഉത്തരം എഴുതണം എന്ന ആ അപ്രോച്ച് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അത് മാറ്റിയതിന് ശേഷം നമ്മുടെ മുമ്പിലൊരു പ്രശ്നമുണ്ട്, ഇതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്, അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നതാണ്. നമ്മുടെ മുമ്പിൽ നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ട്, അത് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ട്, ഒരു ക്വസ്റ്റ്യനായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിൻ്റെ ഉത്തരം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്തൊക്കെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ എന്തൊക്കെ ഉത്തരങ്ങളുണ്ടാകാം, എന്നിട്ട് ആ ഓരോ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഓരോ ഉത്തരവും പരിശോധിച്ചിട്ട് ഈ ഉത്തരം ശരിയാകാൻ സാധ്യതയുണ്ടോ അല്ലയോ, അങ്ങനെ ഓരോ ശരിയില്ലാത്ത ഉത്തരങ്ങളെ ഒഴിവാക്കുക, പകുതി ശരിയാകുന്ന ഉത്തരങ്ങളെ പരിഷ്കരിച്ചാൽ പൂർണ്ണമായും ശരിയാകുമോ, ശരിയായ ഉത്തരം കിട്ടുമോ എന്ന് നോക്കുക. ഈ ഒരു ഫോർമൽ മെത്തേഡാണ് നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ആ ഒരു രീതിയിലൂടെ ഏതൊരു പ്രശ്നത്തെയും അങ്ങനെ സമീപിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു പരിശീലനം, അത് ഉണ്ടാകുന്ന ഒരു ജനറേഷൻ വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കുക. ബാക്കിയെല്ലാം നമ്മൾ കേട്ടറിഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വികസിത രാജ്യങ്ങളുമായിട്ടൊക്കെ, ഇവിടുത്തെ പല വ്യവഹാരങ്ങളിൽ നമ്മൾ കാണുന്ന വികസിത രാജ്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യും. അപ്പോൾ അവിടെ വിശ്വാസത്തിന് പ്രാധാന്യം കുറവാണ്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പള്ളികളൊക്കെ അടച്ചുപൂട്ടപ്പെടുന്നുണ്ട്, പല പള്ളികളും പബ്ബുകളും ബാറുകളും ഒക്കെ ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് അതങ്ങനെ പള്ളികൾ പൂട്ടാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തല്ല സംഭവിക്കുന്നത്, മറിച്ച് അവ അപ്രസക്തമാകുന്നത് കൊണ്ട് അതങ്ങ് പൂട്ടിപ്പോകുന്നതാണ്. നമുക്ക് അങ്ങനെ ആകുന്നില്ല, കാരണം നമ്മളത് പ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ റിവൈവ് ചെയ്തിട്ടല്ലേ പുതിയ ഡോർമെൻ്റായിട്ട് കിടക്കുന്ന പല സംഗതികളും റിവൈവ് ചെയ്ത് അവിടെയും നമ്മൾ മതാചാരങ്ങളൊക്കെ കൊണ്ടുവരികയും അത് നമ്മളെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ജീവിതത്തിന് ഗുണം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ശ്രമത്തേക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണോ ഡോമിനൻ്റ് ആകുന്നത് അതിന് പിന്നിൽ ഒരു പൊതുബോധമുണ്ട്. അത് ഈ പറഞ്ഞ മാജിക്കൽ തിങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ മറികടക്കേണ്ടി വരും. നമുക്ക് മുകളിൽ, അതായത് നമ്മൾ കതിരുമേ വളം വെക്കുക എന്ന് പറഞ്ഞവരാണ്, ഒരുപാട് ആ ഒരു രീതി ശീലിച്ച് പോയ മുതിർന്നവരിൽ നമുക്ക് കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല. അത് സമൂഹം മൊത്തത്തിൽ മാറുമ്പോൾ അതങ്ങ് മാറിക്കൊള്ളുമെന്നാണ് ഞാൻ കരുതുന്നത്.